നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. കാഴ്ചക്കാരായി പോലീസ്, ജനാല വഴി ഉള്ളിലേക്ക് കടന്ന് SFI പ്രവർത്തകർ. കേരള സർവകലാശാലയിൽ സംഘർഷം. തിരുവനന്തപുരം. കേരള സർവകലാശാലയുടെ ആസ്ഥാനം വീണ്ടും സംഘർഷഭൂമിയായി. ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി സർവകലാശാല ആസ്ഥാനത്തെത്തിയ SFI പ്രവർത്തകർ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന പോലീസുകാരെ കാഴ്ചയാക്കി നിൽക്കുന്നതിനിടെ SFI പ്രവർത്തകർ ജനാല വഴി കയറി ഓഫീസ് മുറികളിലേക്ക് കടക്കുകയും അകത്തുണ്ടായിരുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയായിരുന്നു SFIയുടെ പ്രതിഷേധം. ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഒഴിവാക്കാൻ പോലീസ് നേരത്തെ എത്തിയിരുന്നുവെങ്കിലും അവർ പ്രവർത്തകരെ തടയാനായി ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന ആരോപണമാണ് ഉയരുന്നത്. സർവകലാശാല രജിസ്ട്രാറുടെ ഓഫീസിലേക്കാണ് SFI പ്രവർത്തകർ കടന്നത്. ആക്രമണ സമയത്ത് ഓഫീസിനകത്തുണ്ടായിരുന്ന ജീവനക്കാർ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും തടസ്സം നേരിട്ടു. SFI വക്താക്കളുടെ നിലപാടനുസരിച്ച് ഗവർണർ സർവകലാശാലകളിൽ സ്വയം ഭരണാധികാരത്തെ ഇല്ലാത്തതൊക്കെയാണ് ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളുടെ ന്യായമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് പ്രതിഷേധം. സംസ്ഥാനത്ത് പോലീസ് കനത്ത സന്നാഹം ഒരുക്കിയിരിക്കുന്നെങ്കിലും പ്രവർത്തകർ ജനാല വഴി കയറുന്നതുവരെ പ്രഭാവകരമായ നടപടി ഉണ്ടായില്ലെന്നാണ് വിമർശനങ്ങളുണ്ട്. പിന്നീട് പ്രക്ഷുബ്ധമായ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഇടതു നേതൃത്വം പ്രതിഷേധത്തിനും വിദ്യാർത്ഥികളുള്ള ആഘോഷങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോൾ BJP നേതൃത്വവും ഗവർണറുടെ ഓഫീസ് പ്രതിനിധികളും പ്രതിരോധപരമായി പ്രതികരിക്കുകയും സർവകലാശാലയിൽ അതിക്രമം നടത്തിയവർക്കെതിരെ നിയമനടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമവൃത്തങ്ങളിലും വ്യാപകമായി പ്രചരിച്ചു. ജനാല വഴി കയറുന്ന SFI പ്രവർത്തകരുടെയും ഭീഷണി മുഴക്കുന്ന ഘടകങ്ങളുടെയും ദൃശ്യങ്ങൾ വലിയ വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.